ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ലെഗ്രാൻഡിൻ്റെ മൈറിസ് എന്ന് പറയുന്ന മോഡലിലെ സ്വിച്ച് അതിൻ്റെ കണക്ഷൻസും ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോ, മൈറിസ് എന്ന മോഡൽ തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, പ്രൊഫഷണൽ ലെവലിലുള്ള സ്വിച്ചാണ്. അതുമാത്രമല്ല എൻ്റെ മെറ്റൽ ബോഡിയാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്വിച്ചിൻ്റെ കണ്ടോ, ഒരു പിയാനോ ടൈപ്പ് സ്റ്റൈലിലാണ് അത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അത് സോഫ്റ്റ് ടച്ചാണ്. അതായത് സാധാരണ സ്വിച്ചുകളൊക്കെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ടച്ച് പോലത്തെ സൗണ്ടാണുള്ളത്. വളരെ പ്രൊഫഷണൽ ലെവലുള്ള സ്വിച്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ പക്കയാണ്. കാരണം നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ ലോക്ക് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ കണക്ഷൻസ് ഒന്ന് നോക്കാം. ഉണ്ടോ, ഈ സ്വിച്ച് ബോർഡിൽ വന്നിരിക്കുന്ന എർത്തുകൾ ന്യൂട്രുകളെല്ലാം ഒന്നിച്ച് ലിങ്ക് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എർത്ത് വെച്ചിരിക്കുന്നു. അതിനുശേഷം 2 2 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 2 2 വേ സ്വിച്ച് നമ്മൾ ഈ ബോക്സിൻ്റെ ഏറ്റവും ആദ്യം കൊടുത്തത്, അതായത് ബെഡ്റൂമിൻ്റെ എൻട്രൻസ് സ്വിച്ച് ആയതുകൊണ്ട് ആദ്യത്തെ 2 2 വേ ആണ് കൊടുത്തിരിക്കുന്നത്. ആ 2 2 വേയുടെ അടുത്ത 2 2 വേ വന്നിരിക്കുന്നത് ബെഡിലേക്കാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. ഇതിപ്പോൾ ഓൾറെഡി ഏറ്റവും ആദ്യത്തെ തന്നെ 2 വേ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. 2 2 വേ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നു. സെൻറ്ററിൽ ഇൻവെർട്ടറാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതായത് കറണ്ട് പോയാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെർട്ടർ സെൻറ്റർ പോയിൻറ്റ് ടു സെൻറ്റർ പോയിൻറ്റ് അടുത്ത 2 തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 2 വേ ലൈറ്റിൻ്റെ, രണ്ടാമത്തെ 2 വേ ഫാനിൻ്റെയാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന സ്വിച്ചുകളെല്ലാം തന്നെ സീലിംഗ് ലൈറ്റ്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫേസ് ആണ് വന്നിരിക്കുന്നത്. അത് സെപ്പറേറ്റ് ഫേസ് 1.5 അല്ലെങ്കിൽ 2.5 dBയിൽ നിന്ന് വന്നിരിക്കുന്നത്. പല സ്ഥലത്തേക്ക് ഇവിടുന്ന് പോകാനുണ്ട്. അതുകൊണ്ട് ഒന്നിച്ച് ലിങ്ക് ചെയ്തിട്ട് എല്ലാ സ്വിച്ചിൻ്റെയും എല്ലാം ക്രോപ്പ് ചെയ്തതിന് ശേഷം, എല്ലാം കൂടി ലിങ്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് കണ്ടറിയാം, കാണാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം അതുപോലെ തന്നെ എത്ര സ്വിച്ച് ഉണ്ടെന്ന് വെച്ചാൽ ഇത് 8 മോഡ്യൂളിൻ്റെയാണ് വന്നിരിക്കുന്നത്. 2 4 6 7 ഒരു സ്വിച്ച് ഫ്രീ ഉണ്ട്. ആ ഒരു സ്വിച്ചിൽ ഫ്രീ നമുക്ക് ഡെമ്മിയാണ് വരുന്നത്. ബാക്കി ഒരു സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മോഡ്യൂളാണ്. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മോഡുലാർ ടൈപ്പിന് ഒരു സ്വിച്ചിന് ഉദ്ദേശിക്കുന്ന ഒരു മോഡ്യൂളാണ്. അപ്പോൾ നമ്മൾ എത്ര സ്വിച്ച് വയ്ക്കണോ അതിന് നമ്മൾ മോഡുലാർ ടൈപ്പ് എന്നാണ് പറയുന്നത്. ഒരു മോഡ്യൂൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ പ്ലഗ് വരുന്ന സമയത്ത് 2 മോഡ്യൂളാണ്, 2 സ്വിച്ചിൻ്റെ ഗ്യാപ്പാണ് വരുന്നത്. 2 മോഡ്യൂളാണ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 2 വേ സ്വിച്ചിൻ്റെ ഫസ്റ്റ് കണ്ടോ, ആദ്യത്തെ ലൈറ്റും രണ്ടാമത്തെ ഫാനിൻ്റെ റെഗുലേറ്ററാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ബെഡ് സ്വിച്ചിലേക്കാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. എൻട്രൻസ് സ്വിച്ചിന് ബെഡ് സ്വിച്ചിലേക്ക് നമ്മൾ 2 വേ വലിച്ച ആ ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഇതിൻ്റെ ഷീറ്റ് ഒന്ന് നോക്കുക നിങ്ങൾ. അതായത് വളരെ ക്വാളിറ്റി മെറ്റൽ ടൈപ്പാണ് വന്നിരിക്കുന്നത്. അതായത് മറ്റേ ടൈപ്പുകൾ എന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മോഡലും അതുപോലെ തന്നെയായിരിക്കും. ഇത് മെറ്റൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ വർഷങ്ങളോളം നിലനിൽക്കും. അതുപോലെ തന്നെ ഭിത്തിയോട് ശരിക്കും ടൈറ്റ് ചെയ്ത് വെക്കുന്നതിനും ഏറ്റവും ഉപകാരമാണ്. പിന്നെ അതിൻ്റെ ലോക്ക് നിങ്ങൾക്ക് നോക്കുക. ലോക്കും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് അതിൻ്റെ ലോക്കും ചെയ്തിരിക്കുന്നത്. സ്വിച്ചിൻ്റെ ലോക്കും ചെയ്തിരിക്കുന്നത്. പല സ്വിച്ചുകളും നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും, പ്ലഗിൽ കുത്തി നമ്മളൊരു 3 പിന്നോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അമർത്തി വലിക്കുമ്പോൾ തന്നെ ആ 3 പിൻ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് അങ്ങനത്തെയല്ല. ഓൾറെഡി ലോക്ക് കാര്യങ്ങളെല്ലാം പക്കയാണ്. കറക്റ്റായിട്ടാണ് അതിൻ്റെ ലോക്ക് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പരിചയപ്പെട്ട മോഡൽ ലെഗ്രാൻഡിൻ്റെ മൈറിസ് എന്ന് പറയുന്ന മോഡലാണ്. ഏകദേശം സ്വിച്ചിൻ്റെ വില ഏകദേശം വരുന്നത് 35-40 ആ റേഞ്ചിലാണ് മൈറിസ് എന്ന മോഡൽ റേഞ്ച് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.